ശിവരാത്രി മഹോത്സവങ്ങളിൽ പ്രസിദ്ധമായ കോഴിക്കോട് ശ്രീകണ്ഠേശ്വര ക്ഷേത്രം അന്നദാനത്തിലും പ്രശസ്തമാണ്. ഉത്സവ ദിവസങ്ങളിൽ നിത്യവും 5000-ലേറെ പേരാണ് അന്നദാനത്തിൽ പങ്കെടുക്കുന്നത്. വിഭവസമൃദ്ധമായ സദ്യയാണ് ക്ഷേത്രത്തിൽ ഭക്തർക്കായി ഒരുക്കുന്നത്. എല്ലാ വർഷവും വിപുലമായ തരത്തിലാണ് ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിൽ ശിവരാത്രി ആഘോഷങ്ങൾ സംഘടിപ്പിക്കാറുള്ളത്. പ്രത്യേക പൂജകളോടൊപ്പം കലാപരിപാടികളും ആഘോഷവരവുകളും അന്നദാനവുമാണ് പുതിയമ്പലത്തിലെ ശിവരാത്രി ആഘോഷങ്ങളിൽ പേരുകേട്ടത്. ഉത്സവ ദിനങ്ങളിൽ ദിവസവും 5000-ഓളം ആളുകളാണ് ക്ഷേത്രത്തിന്റെ അന്നദാന ചടങ്ങിൽ പങ്കെടുക്കുന്നത്. ഓരോ ഭക്തനും വയറും മനസ്സും നിറച്ചാണ് ഇവിടെ അന്നദാനം നൽകുന്നത്. ഭക്ഷണം കുറഞ്ഞാലും വീണ്ടും പാചകം ചെയ്ത് വിളമ്പും. ഒരാൾക്കുപോലും ഭക്ഷണം കഴിക്കാതെ ഇവിടെ നിന്നും മടങ്ങിപ്പോകേണ്ടി വരാറില്ല. ക്ഷേത്രയോഗം പ്രസിഡന്റ് PV ചന്ദ്രന്റെ നേതൃത്വത്തിലുള്ള വിപുലമായ കമ്മിറ്റിയാണ് ഉത്സവത്തിനും അന്നദാനമടക്കമുള്ള ചടങ്ങുകൾക്കും നേതൃത്വം നൽകുന്നത്. കുറെ കൊല്ലങ്ങളായിട്ട് തുടർന്നു വരുന്ന ഒരു സമ്പ്രദായമാണ്. ഈ കൊല്ലവും വളരെ ഗംഭീരമായി നടക്കുന്നു. ഡെയിലി 4000-5000 ആളുകൾ വന്ന് കഴിച്ച് പോകുന്നുണ്ട്. വന്ന കൂട്ടരെ ആരും മടക്കി അയക്കാറില്ല. ചോറ്, സാമ്പാർ, കൂട്ടുകറി, ഉപ്പേരി, പപ്പടം, അച്ചാർ തുടങ്ങിയ വിഭവങ്ങളോടൊപ്പം ചില ദിവസങ്ങളിൽ പായസവും ഉണ്ടാകും. അന്നദാനത്തിൽ സാമ്പാർ, അതിൻ്റെ സൈഡിലൊരു കൂട്ടുകറി, ഉപ്പേരി, പപ്പടം, അച്ചാർ, ഇങ്ങനെ എല്ലാ സാധനങ്ങളും നല്ല വിഭവസമൃദ്ധമായ സദ്യയാണ് കൊടുക്കുന്നത്. നല്ല 10,000-5000 ആൾക്കാർ ഡെയിലി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓരോ വർഷവും ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിലെ ശിവരാത്രി ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ ഭക്തരുടെയും കാത്തിരിപ്പാണ്. നിറഞ്ഞ സംതൃപ്തിയോടെയാണ് ഭക്തർ ഭഗവാന്റെ പ്രസാദം കഴിച്ച് മടങ്ങുന്നത്. ഇവിടെ എല്ലാ വർഷവും കഴിക്കാൻ വരുന്നതാണ്. വളരെ നല്ല സദ്യയാണ്. 7 ദിവസം സ്ഥിരമായിട്ടുണ്ടാകാറുണ്ട്. പല വിഭവങ്ങളും പായസം അടങ്ങിയ സദ്യയാണ്. വളരെ നല്ലൊരു കാര്യമാണ്. ആയിരക്കണക്കിന് ആളുകൾ കഴിച്ചു പോകുന്നതാണ് ദിവസം. ഉച്ചയ്ക്ക് 12 മണിക്ക് ആരംഭിക്കുന്ന അന്നദാനം വൈകുന്നേരം 3 മണി വരെയാണ് നൽകുന്നത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ശിവഭക്തി ഗീതങ്ങൾ ശക്തി പഞ്ചാക്ഷരി CD പ്രകാശ്